ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറേ അധികം കേക്ക് ഓർഡേഴ്സ് ഉള്ളൊരു ദിവസം നമ്മളെങ്ങനെ ടൈം മാനേജ് ചെയ്യാം, അതൊക്കെ എങ്ങനെ കറക്റ്റായിട്ട് ഡിസൈൻ ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ, കാര്യങ്ങൾ, ഇതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ള കുറച്ച് ടിപ്സൊക്കെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് നല്ല തിരക്കുകളുള്ള ബേക്കേഴ്സ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഇത് മാനേജ് ചെയ്ത് കുറേ ഇങ്ങനെ പരിചയം ഉണ്ടായിരിക്കും. പിന്നെ ഒന്നോ രണ്ടോ കേക്കുകൾ മാത്രം ചെയ്തുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഒരുപാട് ഓർഡേഴ്സ് വരുമ്പോൾ അതെങ്ങനെ ചെയ്യാം, എങ്ങനെ ടൈം മാനേജ് ചെയ്യാമെന്നൊക്കെ ആലോചിച്ച് ഒരുപാട് പേര് പല പല കമൻറ്റ് ബോക്സിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് നാളത്തെ ദിവസം എനിക്ക് കുറച്ച് കേക്കുകളുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് മറ്റ് ഓർഡേഴ്സ് വലുതായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ തന്നെ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുക. മാക്സിമം ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ ആദ്യം ഒരു നോട്ട് പാഡിലോ ഡയറിയിലോ നമ്മൾ ആദ്യം നമുക്ക് വന്നിരിക്കുന്ന ഓർഡേഴ്സ് ഫുള്ള് എഴുതുക. ഇപ്പം ചിലപ്പോൾ ഒരു 2 ടയർ കേക്ക് കാണും, ടോൾ കേക്ക് കാണും, പിന്നെ സാധാ കേക്കുകൾ കാണും, പിന്നെ ഈ 2 ടയറിൻ്റെ കൂടെ കുറേ സെറ്റ്സ് കാണും, കപ്പ് കേക്ക്, പോപ്സികൾ, കേക്ക്സുകൾ, ഇതെല്ലാം എഴുതി വെക്കുക. ഇതിനൊക്കെ എത്ര kg കേക്കുകൾ വെക്കണമെന്ന് അതിൻ്റെ സൈഡിൽ നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യം വൈറ്റ് ഫോറസ്റ്റിൻ്റെ സ്പഞ്ച്, അതായത് വാനില സ്പഞ്ച് ഉണ്ടല്ലോ, അത് എത്ര കേക്കിന് വാനില സ്പഞ്ച് വെക്കണം, പിന്നെ ചോക്ലേറ്റ് സ്പഞ്ച് ഏതൊക്കെ വെക്കണം, പിന്നെ റെഡ് വെൽവെറ്റ് ഉണ്ടെങ്കിൽ അത് വെക്കണ്ടേ, പിന്നെ നമ്മൾ ബട്ടർ സ്കോച്ചിനൊക്കെയാലും ഈ എസെൻസോ എന്തെങ്കിലും ആഡ് ചെയ്യുന്നത് കൊണ്ട് ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് ആഡ് ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ സ്പെസിഫിക് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മളൊരു ഐഡിയ കൊണ്ടുവരിക, ആദ്യം ഏതൊക്കെ കേക്ക് വെക്കണം, ബേക്കിംഗ് എത്ര മണിക്കുള്ളിൽ തീരുമെന്ന് നമുക്ക് മൈൻഡിലൊരു ധാരണ വേണം. അങ്ങനെ നമ്മൾ ബേക്കിംഗ് നമ്മൾ ആ ഉദ്ദേശിക്കുന്ന ടൈമിനുള്ളിൽ നമ്മൾ ബേക്കിംഗ് തീർക്കും. എന്നിട്ട് നമ്മൾ ഈ കേക്ക്സ് എല്ലാം ഫ്രിഡ്ജ് നല്ല ഡീപ്പ് ക്ലീൻ ചെയ്യുക. നമുക്ക് ഒരുപാട് കേക്ക്സ് ഉള്ളപ്പോൾ ഫ്രിഡ്ജിൽ നല്ലോണം സ്ഥലം നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ആദ്യം ഫ്രിഡ്ജ് നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്യുക. ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ടുന്ന ആ സ്പേസിൽ കറക്റ്റായിട്ട് കേക്കിൻ്റെ സ്പഞ്ചുകൾ അറേഞ്ച് ചെയ്ത് കേക്കിൻ്റെ ബോർഡിൽ തന്നെ, ബേസിൽ തന്നെ വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമ്മളത് കൂൾ ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം വേണമല്ലോ. അപ്പോൾ ഏകദേശം ഒരു ഉച്ചയൊക്കെ കഴിയും. ഒരു ഉച്ച കഴിഞ്ഞിട്ട് കുറേ ടൈം അങ്ങനെ കൂൾ ചെയ്യാൻ വെച്ചിട്ട് നമ്മളുടെ ബാക്കിയുള്ള ജോലികളും എല്ലാം കഴിഞ്ഞിട്ട് ഒരു ഈവനിങ് ടൈം തൊട്ട് നമ്മൾ ക്രം കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇങ്ങനെ ഓരോ കേക്ക്സും അത് നമ്മൾ നോട്ട് ചെയ്ത് അനുസരിച്ച് ക്രം കോട്ട് ചെയ്യുക. 2 ടയറൊക്കെ ആണെങ്കിൽ മാക്സിമം ഒരു തട്ടിൽ തന്നെ, ഫ്രിഡ്ജിൻ്റെ ഒരു തട്ടിൽ തന്നെ അതിൻ്റെ ആ ഒരു വലിയ കേക്കും ചെറിയ കേക്കും ഒരുമിച്ച് വെക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ഡിസൈൻ കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ അത് ഏതൊക്കെ കേക്കിന് എന്തൊക്കെ ഡിസൈൻസ് ആണ് അതെല്ലാം നോട്ട് ചെയ്തിട്ട് ഫോണ്ടൻ വർക്ക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഫിനിഷ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് രാത്രിയിൽ ഒരു 10-11 മണിക്കുള്ളിൽ നമ്മളിത് ഫിനിഷ് ചെയ്ത് വെക്കുക. എന്നിട്ട് മുന്നേയൊക്കെ എനിക്ക് പറ്റിക്കൊണ്ടിരുന്ന ഒരു അബദ്ധം അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്ക്, ഞാൻ ചെയ്യുന്ന ഒരുവിധം എല്ലാവരും ചെയ്യുന്നതാണ്, ഉറക്കം ഒഴിഞ്ഞ് നിന്നിട്ട് ഒരുപാട് ടൈം ഉറക്കം ഒഴിഞ്ഞ് നിന്നിട്ട് നമ്മൾ കേക്ക് ഉണ്ടാക്കും. കുറേ കാലം കഴിയുമ്പോൾ നമ്മളിങ്ങനെ ഉറക്കം ഒഴിഞ്ഞിട്ട് നമുക്ക് പല പല അസുഖങ്ങൾ വരും, നമ്മൾ ടയേർഡാവും, നമുക്ക് കുറേ കാലം കൂടെ കേക്ക് ചെയ്യേണ്ട സിറ്റുവേഷനെ നമ്മൾ തന്നെ മോശമാക്കും. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം രാവിലെ വെളുപ്പിനെ എണീറ്റ് നമ്മൾ ബാക്കി പരിപാടികൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ 4 കേക്കുകളുണ്ട്. ഇപ്പോൾ അതിനകത്ത് 2 ടയറും ടോൾ കേക്കും ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ രാത്രിയിൽ ഒരു 11 മണിക്ക് മുമ്പ് അതിൻ്റെയൊക്കെ ക്രം കോട്ട്, അതായത് ആ ഒരു ഫില്ലിംഗ് ഒക്കെ കൊടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമുക്ക് വെളുപ്പിനെ അതെല്ലാം ഫൈനൽ കോട്ട് ചെയ്യാനും അതുപോലെ ഡെക്കറേഷൻസ് ഓൾമോസ്റ്റ് പകുതിയോളം ഫിനിഷ് ചെയ്താലും പിറ്റേ ദിവസം രാവിലെ ആ ഒരു 4 മണിക്കൊക്കെ എണീറ്റാൽ നല്ലൊരു ഫ്രഷ്നെസ്സും ഒരുപാട് ടൈം നമുക്ക് കിട്ടുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. കാരണം മറ്റ് ശല്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് നല്ല ക്വൈറ്റായിട്ട് നിന്നിട്ട് നമ്മുടെ ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാം. പിന്നെ നമ്മളിത് എല്ലാ കേക്ക്സും കൊടുക്കേണ്ട ടൈം എഴുതി വെച്ചിട്ട് ആ ടൈമിൽ കൊടുക്കാം. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ ഹെൽത്തും നോക്കാം, നമ്മുടെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് നടക്കുകയും ചെയ്യും. റീസെൻ്റായിട്ട് ഞാൻ ഇങ്ങനെ ഒരു രീതിയാണ് ഫോളോ ചെയ്യുന്നത്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുള്ള ആൾക്കാരാണല്ലേ, നമുക്ക് മക്കളെ നോക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേറെയും ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ഒരു ജോലി നമുക്ക് അത്യന്താപേക്ഷിതമാണ്. നമുക്കൊരു വരുമാനം എന്നതിലുപരി നമുക്കൊരു പാഷനായിരിക്കാം, എല്ലാം ആയിരിക്കാം. പക്ഷേ ഇതിനകത്ത് നമ്മൾ നിന്നതുകൊണ്ട് നാളെ ഇതിൻ്റെ പേരിൽ നമ്മളൊരു അസുഖം എന്തെങ്കിലും നമുക്ക് വന്നാൽ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരെ നമ്മൾ കുറ്റപ്പെടുത്താനും അല്ലെങ്കിൽ നമുക്ക് സ്വയം ഒരു റിഗ്രറ്റ് ഫീൽ ചെയ്യും. നമ്മൾ ഇതിനു വേണ്ടി നിന്നിട്ട് നമുക്ക് ഇപ്പോൾ ഉറക്കം ഒഴിഞ്ഞിട്ടൊക്കെ ഒരുപാട് അസുഖങ്ങൾ വരും. അപ്പോൾ അങ്ങനെയൊക്കെ ഇല്ലാതിരിക്കാനും ഇപ്പോഴേ നമ്മളിത് കീപ്പ് ചെയ്ത് നമ്മളൊരു ഷെഡ്യൂൾ വെച്ച് പോകുന്നത് നന്നായിരിക്കും. അതുപോലെ അടുപ്പിച്ചുള്ള ദിവസങ്ങളിലും കേക്ക് ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മളിങ്ങനെ എഴുതിയിട്ടൊക്കെ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം എഴുതി വെച്ചതിന് ശേഷം അതനുസരിച്ച് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മുടെ മൈൻഡിലും ഇന്ന സമയത്തിനുള്ളിൽ നമ്മളിത് ഫിനിഷ് ചെയ്യണം എന്നൊരു ബോധ്യം അല്ലെങ്കിൽ ആ ഒരു ചിന്ത എപ്പോഴും കിടക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറേയും കൂടി ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാം. പിന്നെ നമ്മൾ മനുഷ്യരാണ്, നമുക്ക് നല്ല തിരക്ക് വരും, ക്ഷീണം വരും, എല്ലാം വരും. പക്ഷേ കുറച്ചും കൂടെ സിമ്പിളായിട്ടും കുറച്ചും കൂടെ ഈ ഓർഗനൈസ്ഡ് ആയിട്ടും കാര്യങ്ങൾ ചെയ്യാൻ നമ്മളിങ്ങനെ എഴുതി വെച്ചിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എല്ലാവരും അവരവരുടെ ഹെൽത്തിനും മറ്റുള്ള കാര്യങ്ങൾക്കും എല്ലാം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ ഈ ഒരു പാഷനും പ്രൊഫഷനും മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടാറ്റാ ബൈ.